എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പുകൾ തടയുക എന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാജഹാൻ എളനാട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര നിയമ മന്ത്രാലയത്തിനും കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനും കത്തയച്ചു. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാരണക്കാരായവരെ അയോഗ്യരാക്കാൻ ജനങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരു MP തന്റെ MP സ്ഥാനം രാജിവെച്ച് MLA ആകാൻ മത്സരിക്കുന്നതും MLA സ്ഥാനം രാജിവെച്ച് MP ആകാൻ മത്സരിക്കുന്നതും രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിക്കുന്നതും അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാരണമാകുന്നുണ്ടെന്നും ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ സർക്കാർ പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കണം, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിക്കണം, ഇവർക്കുള്ള യാത്ര, ഭക്ഷണം തുടങ്ങിയവയ്ക്കുള്ള അലവൻസുകൾ നൽകണം എന്നതെല്ലാം യഥാർത്ഥത്തിൽ ജനങ്ങളുടെ നികുതിപ്പണം ധൂർത്തടിക്കലാണ് എന്നും ഷാജഹാൻ എളനാട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ MP സ്ഥാനം രാജിവെച്ചുകൊണ്ട് MLA ആകാൻ മത്സരിക്കുന്നതും അതുപോലെ തന്നെ ഒരു അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെച്ച് MP ആകാൻ മത്സരിക്കുന്നതും അതുപോലെ തന്നെ രണ്ട് മണ്ഡലങ്ങളിൽ ഒരേ സമയം മത്സരിക്കുന്നതും അനാവശ്യമായ ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കലാണ്. ഇത് ജനങ്ങളുടെ നികുതിപ്പണം ദുരുപയോഗം ചെയ്യലാണ്, ജനദ്രോഹപരമായ നടപടിയാണ്, അതുപോലെ വോട്ടർമാരോടുള്ള വഞ്ചനയാണ്. ഒരു തെരഞ്ഞെടുപ്പ് ഒരുക്കുമ്പോൾ സർക്കാർ അതിന് വലിയ രീതിയിലുള്ള ചെലവ് വഹിക്കേണ്ടതുണ്ട്. പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിക്കണം, അതുപോലെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം, സർക്കാർ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം, ഇവർക്ക് യാത്ര, ഭക്ഷണം തുടങ്ങിയ ചെലവുകളെല്ലാം ഇവരുടേത് വഹിക്കണം. ഇങ്ങനെ അനാവശ്യമായ ചെലവുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ നടക്കുന്നത്. വില്ലേജ് മുതലുള്ള ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി അണിനിരക്കുമ്പോൾ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കാനോ പരിഹരിക്കാനോ വൈകുന്നത് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു എന്നും ജനപ്രതിനിധി മരണമടയുമ്പോഴോ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് അയോഗ്യനാക്കപ്പെടുമ്പോഴോ അല്ലാത്ത സാഹചര്യത്തിൽ നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പൊതുപ്രവർത്തകൻ ഷാജഹാൻ എളനാട് കേന്ദ്ര നിയമ മന്ത്രാലയത്തിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയത്. ഉപതെരഞ്ഞെടുപ്പുകൾക്ക് കാരണക്കാരായവരെ അയോഗ്യരാക്കാൻ ജനങ്ങളും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇങ്ങനെ അനാവശ്യമായ ചെലവുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കലാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ആകാം ജനപ്രതിനിധി മരണപ്പെടുകയോ അതല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ജനപ്രതിനിധികളെ അയോഗ്യരാക്കുകയോ ചെയ്യുമ്പോൾ ഉപതെരഞ്ഞെടുപ്പുകളാകാം. അല്ലാത്ത ഉപതെരഞ്ഞെടുപ്പുകൾ ജനങ്ങൾ ബഹിഷ്കരിക്കണം, ഇവരെ അയോഗ്യരാക്കണം, ജനങ്ങൾ ഇത്തരം ആളുകളെ അയോഗ്യരാക്കണം എന്നാവശ്യപ്പെടുന്നു അഭിവാദ്യങ്ങൾ. റൈറ്റ് വിഷൻ ന്യൂസ്, എളനാട്. പുതുമയുള്ള ഓർമ്മകൾ സമ്മാനിക്കാൻ ഒരു അധ്യയന വർഷം കൂടി വന്നെത്തി. എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ. 30 മുതൽ 50% വരെ ഓഫറുമായി പ്രത്യേകം കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.